കോന്നി ആനത്താവളത്തിൽ കോൺക്രീറ്റ് തൂൺ ഇളകി വീണ് അടൂർ കടമ്പനാട് സ്വദേശി 4 വയസ്സുള്ള അഫ്രാം മരിച്ചു. ഷാരിയുടെയും അജിയുടെയും ഏക മകനാണ് അഫ്രാം. അച്ഛൻ വിദേശത്താണ്. തൂണിൽ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ എടുക്കുന്ന സമയത്ത് തൂൺ ഇളകി കുഞ്ഞിന്റെ ദേഹത്ത് വീഴുകയായിരുന്നു. തലയുടെ പിറകുവശം തറയിലിടിച്ചാണ് വീണത്. കല്ലേലി തൊഴുത ശേഷം സംഘം ആനക്കൂട്ടിലെത്തിയതാണ്. ഏകദേശം 12 മണിയോടെയാണ് സംഭവം. അപ്പോൾ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ബന്ധുക്കളും കൂടി തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ അവധിക്കാലം അഫ്രാമിന് ആഘോഷിക്കാനായില്ല. സുരക്ഷാ വീഴ്ചയാണ് അപകട കാരണമെന്ന് കോന്നി MLA KU ജനീഷ് കുമാർ അഭിപ്രായപ്പെട്ടു. 10 വർഷം പഴക്കമുള്ള തൂണിന്റെ അടിവശത്തെ മണ്ണ് ഇളകി മാറിയിട്ടുണ്ട്. അതുപോലെ നിരവധി തൂണുകളാണ് ഇവിടെയുള്ളത്. അവയെല്ലാം അപകടാവസ്ഥയിലാണ്. അവയെല്ലാം പെയിന്റ് അടിച്ച് മൂടിക്കൂട്ടി അലങ്കാരമാക്കി നിർത്തിയിരിക്കുകയാണ്. 3D തിയേറ്ററിന്റെ മുൻവശത്താണ് ഈ തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. കല്ലേലിക്കാവിലെ പ്രധാന ഉത്സവമായ 10-ാം ഉദയത്തോടനുബന്ധിച്ച് നിരവധി ആളുകളാണ് കാവിൽ നിന്ന് ഇവിടേക്കെത്തുന്നത്. കോന്നിക്കാരിയായ ഞാനും എൻ്റെ 5ഉം 11ഉം വയസ്സുള്ള മക്കളുമൊത്ത് കഴിഞ്ഞ ഞായറാഴ്ച, അതായത് 12-ാം തീയതി കല്ലേലിക്കാവിൽ തൊഴുത ശേഷം ആനക്കൂട്ടിലെത്തുകയുണ്ടായി. ബസ്സിലെ ഒട്ടുമിക്ക ആൾക്കാരും ആനത്താവളത്തിലും എത്തിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യം പരിഗണിച്ച് ആനത്താവളം ഒരാഴ്ചത്തേക്ക് അടച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നു.